നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്ലസ് ടു കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഇനിയും വരുന്ന ദിവസങ്ങൾ ഏകദേശം ഒരു 15 ദിവസങ്ങൾ വളരെ നിർണായകമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഏകദേശം ഒരു മാസമാണ് തികച്ച് എക്സാം തുടങ്ങാനുള്ളത്. ഈ ദിവസങ്ങളിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 17-ാം തീയതി തൊട്ട് മോഡൽ എക്സാം തുടങ്ങും. അതിന് മുൻപുള്ള ഏകദേശം ഒരു 15 ദിവസം, ഈ മീൻസ് ജനുവരി ഇപ്പൊ തീരാൻ പോവാണ്, ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 15 ദിവസം വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പ്രാക്ടിക്കൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പലർക്കും കംപ്ലീറ്റ് ആവാൻ മിക്കവാറും ഒരു 10-ാം തീയതി വരെയൊക്കെ നീളുന്നുണ്ട്. പക്ഷെ ഈ കാര്യത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രാക്ടിക്കലിന്റെ പുറകെ പോകുമ്പോൾ തിയറി പഠിക്കുന്നതിന്റെ ആ കോൺസെൻട്രേഷൻ വളരെ കുറയുന്നുണ്ട്. അതിന്റെ ടെൻഷനും അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുക. ഇപ്പൊ 9-ാം തീയതിയൊക്കെ പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ അതുവരെ നമ്മുടെ മനസ്സ് ഇങ്ങനെ ഒരു പ്രശ്നത്തിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തിയറി പഠിക്കാനുള്ള ആ കോൺസെൻട്രേഷൻ പവർ മീൻസ് അത് മാത്രമായിട്ട് പഠിക്കാനുള്ള സമയം അങ്ങ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അത് നമ്മുടെ തിയറി എക്സാമിന്റെ മാർക്കിനെ നന്നായിട്ട് ബാധിക്കും. അപ്പൊ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നേരിടണം ഈ സമയങ്ങളെ. ചിലർക്കൊക്കെ ഈ 3-ാം തീയതി 4-ാം തീയതി ഒക്കെ തീരുന്നവരുണ്ട്. അവരൊക്കെ ഒന്നു വെച്ചാൽ ഭാഗ്യവാന്മാരാണ്. കാരണം അത്രയും ബാക്കി നമുക്ക് ഗ്യാപ്പ് കിട്ടും പഠിക്കാൻ വേണ്ടി മാത്രം. നമ്മുടെ തിയറി എക്സാം ഇപ്പൊ പ്രാക്ടിക്കല് 10-ാം തീയതി 12-ാം തീയതി വരെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആകെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തായാലും നിങ്ങൾ ഈ സമയങ്ങളെ വളരെ ശ്രദ്ധിക്കണം എന്നാണ് അവരുടെ ആ സാഹചര്യങ്ങളെ അനുസരിച്ച്. നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം അടുക്കും ചിട്ടയായിട്ടൊന്ന് മാറ്റി വെക്കണം. എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള എല്ലാ മെറ്റീരിയൽസുകളും അടുക്കി വെക്കണം. ഇപ്പൊ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ബയോളജി, അക്കൗണ്ടൻസി എന്താണേലും എല്ലാം പഠിക്കാനുള്ളത് എനിക്ക് തോന്നുന്നു പകലൊന്നും എടുത്തില്ലെങ്കിൽ ഒരു വൈകിട്ട് നമുക്കൊരു ഫ്രീ ഒക്കെ ആകുമ്പോൾ അതിനുവേണ്ടി കുറച്ച് സമയം നിങ്ങൾ മാറ്റി വെക്കണം. നമ്മളുടെ പഴയ ബുക്കുകളും പഴയ പഠിക്കേണ്ട മെറ്റീരിയൽസ് എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം കളക്ട് ചെയ്ത് ഒന്നായിട്ട് ഇങ്ങനെ വെക്കണം. ഇപ്പൊ മാത്സ് മാത്രം, ഫിസിക്സ് മാത്രം, കെമിസ്ട്രി മാത്രം, അങ്ങനെ എല്ലാം അടുക്കി വെക്കുന്നത് നന്നായിരിക്കും. രണ്ടാമത് നമുക്ക് എല്ലാ നോട്ടുകളും പഠിക്കാൻ കയ്യിലുണ്ടോ എന്ന് നോക്കണം. കാരണം ഇനി ഇതങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും നമുക്ക് സമയം കിട്ടത്തില്ല. പിന്നെ ഉള്ളത് വെച്ചുകൊണ്ടുള്ള ഒരു പഠിത്തമായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയമാണ്. ഇപ്പൊ 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ട പഠിക്കേണ്ട എല്ലാ മെറ്റീരിയൽസും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. രണ്ടാമത് നിങ്ങൾ ഓരോ സബ്ജക്റ്റിന്റെയും ഇത്ര ചാപ്റ്റേഴ്സ് വെച്ച് പഠിച്ച് തീർക്കേണ്ട ടൈമാണ്. നമുക്ക് ഇതിന്റെ ടൈം ടേബിൾ ഞാൻ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തിക്കുകയും നല്ലതായിട്ട് പഠിക്കേണ്ടത് സമയത്തിനെ ഏറ്റവും നന്നായിട്ട് ക്രമീകരിച്ച് മീൻസ് അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഇല്ലാതെ പഠിക്കേണ്ടതിനെ കുറിച്ചുള്ള ടൈം ടേബിൾ ഉടൻ വരും. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്തോണം. ഓക്കെ, ബാക്കി പറയാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്ത് എല്ലാം കയ്യിലുണ്ടോ, ഇല്ലാത്തത് എന്തൊക്കെയാണോ നിങ്ങൾ അത് കളക്ട് ചെയ്യണം. കാരണം ഇത് നമുക്കിനി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാസമാണ് വരാൻ പോകുന്നത്. അതിനുള്ളിലെ 15 ദിവസം ആദ്യത്തേത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ മോഡൽ എക്സാം ഏകദേശം എനിക്കൊന്ന് 17-ാം തീയതി തുടങ്ങും അല്ലേ. ഈ 17-ാം തീയതി മോഡൽ എക്സാം തുടങ്ങി കഴിഞ്ഞാൽ ചിലരെങ്ങാനൊക്കെ ചിലപ്പം മോഡൽ എക്സാം എഴുതാൻ പോകാതിരിക്കും. അത് ചില സ്കൂളുകളിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ലായിരിക്കാം. എന്തായാലും നമുക്ക് ആ എക്സാമിന് മിക്ക കുട്ടികളും പോകേണ്ടി വരും. അങ്ങനെ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മിക്കവാറും അത് നന്നായിട്ടൊന്നും പഠിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പകുതി പഠിക്കുക, മിക്കവാറും ചിലർ പഠിക്കാതെ പോവുക. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരുമ്പോൾ ആ ദിവസങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെടുക. ആ ദിവസങ്ങളിലെ ആ ടൈം എല്ലാം നമ്മൾ എന്ത് ചെയ്യും, സ്കൂളിൽ പോകുന്നു, ഒന്നുമേ വീട്ടിൽ വന്നിരുന്ന പിന്നെ ക്ഷീണമായി പഠിക്കത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരുന്ന് പഠിക്കാൻ ഒരു മോർണിംഗ് ഒരു 10 മണി തൊട്ട് നന്നായിട്ട് പഠിക്കാൻ ബാക്കിയുള്ള സമയത്തിന് ഫ്രീ ആയിട്ട് കണ്ടെത്തണം. എന്തെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. കാരണം ടൈം ബാക്കിയുള്ള ഇപ്പൊ ഒരു ദിവസത്തെ വൈകിട്ടത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ, ഒരു പരിപാടി ഉണ്ടെങ്കിൽ അന്നത്തെ പഠിത്തം നഷ്ടപ്പെടും. അപ്പൊ ഫ്രീ ആണ് മുന്നോട്ടുള്ള ആ ടൈം എന്നുണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് പഠിക്കാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും മോർണിംഗ് സെഷൻ ഒരു 10 മണിയാകുമ്പോൾ എല്ലാവരും ഫ്രീ ആയി ബാക്കിയുള്ള സമയത്തിന് ഫുൾ ഫ്രീ ആയിട്ട് കിടന്നോട്ട് പഠിച്ചു തുടങ്ങണം. ഈ 15 ദിവസങ്ങൾ 17-ാം തീയതി ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ പല കാര്യങ്ങൾക്കും നമുക്ക് ഈ മോഡൽ എക്സാമായി മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം പോയി ബാക്കി ഒരു 20-22 ആവും. പിന്നെ അങ്ങോട്ടുള്ള സമയങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ആ ഇടയ്ക്ക് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് എല്ലാം കവറപ്പ് ചെയ്യണം. എല്ലാവരും ഞാൻ പറയുന്ന പോലെ എല്ലാവരും നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസുകൾ കളക്ട് ചെയ്യണം. അത് എഴുതിയെടുക്കാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ എഴുതിയെടുക്കണം. അപ്പൊ നിങ്ങളായിരിക്കും എഴുതിയെടുക്കുന്ന സമയം വേണ്ട സബ്ജക്റ്റുകൾ മീൻസ് എഴുതേണ്ട സബ്ജക്റ്റുകൾ എഴുതിയെടുക്കുക. അല്ലാത്ത എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ കോപ്പി എടുക്കുകയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുകയോ എല്ലാ കാര്യങ്ങളും ഈ സമയം കൊണ്ട് അറേഞ്ച് ചെയ്ത് പഠിക്കാനുള്ളതെല്ലാം ക്ലിയർ ആയിട്ട് എൻ്റെ എല്ലാം ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇപ്പൊ ഏകദേശം സ്കൂളിലെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
പിന്നെ ട്യൂഷൻസുകളിലൊക്കെ ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്, നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വർക്ക്, നിങ്ങളുടേതായിട്ടുള്ള കുറെ വർക്കുണ്ട്, അതുകൂടെ കംപ്ലീറ്റ് ചെയ്താൽ ഇനിയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാവത്തില്ല. നന്നായിട്ട് മാർക്ക് വാങ്ങിച്ച് ഇറങ്ങാനുള്ള രീതിയിൽ കൂടെ മനസ്സ് തയ്യാറാക്കിക്കോണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പോകുന്ന കാര്യം ഈ സമയത്തൊക്കെ നന്നായിട്ട് പഠിക്കേണ്ടതാണെന്നുള്ളത് അപ്പുറത്തെത്തിയ ശേഷമായിരിക്കും മനസ്സിലാവുന്നത്. റിസൾട്ട് എത്തിയ ശേഷം ഈ സമയത്ത് ഞാൻ ഇന്ന് മാത്രം സമയം കളഞ്ഞായിരുന്നു എന്നൊക്കെ തോന്നി ആകെ വിഷമിക്കും. നിങ്ങൾ ഇതെല്ലാം പുനർചിന്തനം ഉണ്ടാവും, മീൻസ് തിരിച്ച് ചിന്തിക്കും. ആ സമയത്തെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു മണ്ടത്തരം ഒരിക്കലും ഉണ്ടാവരുത്. അതുകൊണ്ട് ഓരോ നിമിഷവും ഓരോ മിനിറ്റുകളും നന്നായിട്ട് സൂക്ഷിച്ച് ഉപയോഗിക്കുക. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഒരു രീതി കൂടെ ഒരു അസുഖം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിനുവേണ്ടി നമ്മൾ ഇത്രയും നാളും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നല്ലോ. ഇങ്ങനെ എന്തെങ്കിലും ചുമ്മാ തണുത്തോളം എടുത്ത് കുടിക്കുക, ഇഷ്ടമുള്ളപ്പോൾ കഴിക്കുക, അതൊക്കെ മാറ്റി അതുപോലെ നമുക്ക് ഫുഡുകളൊക്കെ ഒന്ന് നിയന്ത്രിക്കണം. എന്ന് പറഞ്ഞാൽ നല്ല ഫുഡുകളൊക്കെ കഴിച്ച് ഈ ഒരു മാസത്തിനെ ഒരു കുഴപ്പവും ഇല്ലാതെ കംപ്ലീറ്റ് ആയി. ഒരു മാസം എന്ന് പറഞ്ഞാൽ അടുത്ത മാസം കൂടെ കംപ്ലീറ്റ് ആകാനുണ്ട്, മീൻസ് മാർച്ച്. ഇതിപ്പോ നമുക്ക് എക്സാം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു മാസവും എക്സാം തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം 10-20 ദിവസമുണ്ട്. ഇത്രയും ഏകദേശം ഒരു 50 ദിവസം നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ കാര്യങ്ങളും. കാരണം നമുക്ക് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും മാർക്ക് ഇതിനെ ബേസ് ചെയ്താൽ, അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ ഇനിയും കൂടുതൽ പറയുന്നില്ല, ടൈം ടേബിളായിട്ട് ഉടൻ എത്തും. എല്ലാവരും നന്നായിട്ട് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പഠിച്ചു തുടങ്ങുക, നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക പഠിക്കാൻ വേണ്ടി. ഓക്കെ, എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ. അതിനുവേണ്ടി ഞാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.